മലയാള സിനിമയിലെ മറ്റൊരു ബെസ്റ്റ് നോവൽ അഡാപ്റ്റേഷൻ. റൂത്തിന്റെ ലോകത്തെ ആസ്പദമാക്കി വന്ന ഒരു മിസ്റ്ററി ത്രില്ലറായ അമൽ നീരത് പടം ബോഗൻവില്ലയിൽ ഈയിടെ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന പോലുള്ള സ്വന്തമല്ലാത്ത തെറ്റുകൾ മൂലം ഒരു വിധി എന്ന രീതിയിൽ ഉണ്ടാകുന്ന വാഹനാപകടവും അതിന്റെ അനന്തരഫലമായി ശിഷ്ടകാലം മുഴുവൻ ആ അപകടത്തിന്റെ ആഘാതത്തിലും ട്രോമയിലും കഴിച്ചുകൂട്ടേണ്ടി വരുന്നതിനെക്കുറിച്ചും പാരമ്പര്യമായുള്ള പ്രൗഢിക്കുള്ളിലെ നിഗൂഢ വൈകൃതങ്ങളെക്കുറിച്ചും പ്രകടമാക്കുന്നു. കുഞ്ചാക്കോ ബോബന്റെയും ഒരു പുതു തിരിച്ചുവരവിലെത്തിയ ജ്യോതിർമയയുടെയും എക്സലന്റായ പ്രകടനങ്ങളുള്ള ബോഗൻവില്ലയുടെ നല്ല തണുത്ത നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുള്ള ലോകത്തേക്ക് കടന്നാലോ നമുക്ക്. പൂർണ്ണചന്ദ്രന്റെ പ്രകാശമുള്ള തണുത്തൊരു രാത്രി. നനഞ്ഞ റോഡിലൂടെ കാറിൽ വീട്ടിലേക്ക് സഞ്ചരിക്കുന്ന ദമ്പതികൾ. അവർ മനോഹരമായ ഹിന്ദി ഗാനമൊക്കെ ഇട്ട് കേട്ടുകൊണ്ട് അങ്ങനെ പോകും വഴിക്ക് പൊടുന്നനെ ഒരു ടാങ്കർ ലോറി വന്നിടിച്ചു കയറ്റുന്നു. ഇടിയുടെ ആഘാതത്തിൽ കറങ്ങിത്തിരിഞ്ഞ് വണ്ടി നിലം പരിശായി ചിതറുമ്പോൾ നമുക്ക് കാണാം അതൊരു ഡോക്ടറുടെ വണ്ടിയാണ്. 8 വർഷങ്ങൾക്ക് ശേഷം ഇടുക്കിയുടെ മഞ്ഞിലൂടെ ബോഗൻവില്ലയിലെ സുന്ദരമായിരിക്കുന്ന ഒരു വീടിൻ്റെ മുറ്റത്തായി ഒരമ്മ തൻ്റെ 2 മക്കളെ സ്കൂളിലേക്ക് വിടാൻ കൊണ്ടുപോവുകയാണ്. അതന്ന് അപകടം നടന്ന വണ്ടിയിലുണ്ടായിരുന്ന സ്ത്രീയാണ്. റീതു, അതാണ് അവരുടെ പേര്. മക്കളായ എമ്മയോടും റയാനോടും കൂടി ലേറ്റായെന്നും ബസ് പോകുമെന്നും പറഞ്ഞ് ഗേറ്റ് തുറന്നുവിട്ട് അവിടെ കിടപ്പുള്ള സ്കൂൾ ജീപ്പിലേക്ക് പറഞ്ഞുവിട്ട ഗേറ്റിൽ നിന്നവർ പോകുന്നത് നോക്കി അങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോൾ പാൽക്കാരൻ്റെ സൈക്കിൾ ബില്ലിൽ മൈൻ തിരികെ വന്ന് പാലും മേടിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. കുട്ടികൾ കുറച്ചു മുമ്പായി പറഞ്ഞ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് വീടിനടുത്ത് വന്നു നിന്ന് പെട്ടെന്നെന്തോ ഓർത്ത പോലെ വേലക്കാരിയെ വിളിക്കുന്നു. രമ വിളിക്കുന്നത് കേട്ട് കാര്യം തിരക്കുമ്പോൾ റീതു കുട്ടികൾ എവിടെന്നും സ്കൂളിൽ പോയെന്നും ചോദിക്കുന്നു. അവർ പോയെന്ന് പറയുന്നത് കേട്ട് ഉള്ളിലേക്ക് പോയി അവരുടെ പേരെഴുതിയിട്ടുള്ള ആ മുറി തുറന്നു നോക്കി ഇല്ലെന്ന് ഉറപ്പുവരുത്തി ആരാണ് ബസ് കയറ്റി വിട്ടതെന്ന് തിരക്കുമ്പോൾ ചേച്ചി തന്നെയാണെന്നും വേഗം ആഹാരത്തിനായി വരാൻ പറഞ്ഞു പോകുന്ന നേരം റീതു നേരെ തൻ്റെതായ വർക്ക് റൂം റീതു സ്റ്റുഡിയോയിലേക്ക് വന്ന് അവിടെ വെച്ചിട്ടുള്ള ഒരു പുസ്തകം തുറന്നു നോക്കുന്നു. റീതുവിൻ്റെ ഈ രീതിക്ക് കാരണം നമ്മൾ കണ്ട ആ കാർ ആക്സിഡൻ്റാണ്. അവരുടെ ഓർമ്മയ്ക്കെന്നേറ്റ ക്ഷതം. ഷോർട്ട് ടേം മെമ്മറി ലോസിനാൽ ജീവിച്ചു വരുന്ന റീതു ആ ബുക്കിൽ വായിക്കുന്നതും തന്നെക്കുറിച്ച് തന്നെയാണ്. തായ് വേരെന്നുള്ള എഴുത്തിൽ ഇത് നിന്റെ ഉൽപ്പത്തിയാണെന്നും തുറന്നിപ്പോൾ തന്നെ വായിച്ചിട്ട് അവിടെ തന്നെ വെക്കണമെന്നും എഴുതിയ ഫ്രണ്ട് പേജ് മറിച്ച് അതിൽ സ്വന്തം പേരും ഭർത്താവിൻ്റെയും മക്കളുടെയും കുടുംബത്തിൻ്റെയും മറ്റുമെല്ലാം വിവരങ്ങൾ വായിച്ചിടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കേണ്ട ഒരവസ്ഥ വളരെ കഷ്ടമാണ്. ഒടുവിലായി റീതുവിൻ്റെ അവസ്ഥയെക്കുറിച്ച്, അതായത് കാർ അപകടം മൂലം വന്ന റിട്രോഗ്രേഡ് അമ്നീഷ്യ എന്ന ഡിസോർഡറാണ് നിനക്കെന്നും ഓർമ്മ അധികം നേരം നിൽക്കാത്തത് മൂലം ഫോൺ റെക്കോർഡിങ്സ് കേൾക്കാനൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അവരുടെ സ്നേഹസമ്പന്നനായ ഭർത്താവ് റോയിച്ചിൻ്റെ വാക്കുകൾ. അങ്ങനെ ഏകാന്തമായി നിന്നുള്ള പല ചിന്തകളുടെയും ഓർമ്മകളുടെയും നിലനിർത്തലിൽ കഷ്ടപ്പെടുന്ന അവർ ഒരു ചിത്രകാരി കൂടിയാണ്, നമ്മുടെ ഡാർക്ക് മാറ്ററിലെ ഡാനിയലെ പോലെ. എന്നാൽ റീതു എപ്പോഴും വരയ്ക്കാറ് ബോഗൻവില്ല പൂക്കളുടെ ചിത്രം മാത്രം. റീതുവിൻ്റെ ഹസ്ബൻഡ് റോയിച്ചനിലേക്ക് വരികയാണ്. ടീ ഗാർഡൻ ഹോസ്പിറ്റൽ, ഹൈ റേഞ്ചിലെ ആ തണുപ്പൻ ആശുപത്രിയിലെ ഡോക്ടറാണ് റോയ്സ്. 3-4 വർഷമായി അവിടെ പുതുതായി എത്തിയ ഡോക്ടറോട് തൻ്റെ ഭാര്യയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നു. എപ്പോഴും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഗേറ്റിനടുത്ത് നിന്നങ്ങനെ നോക്കി നിൽക്കും. തിരികെ ചെല്ലുമ്പോൾ ചെറുനേരം കണ്ട് പരിചയം കാണിക്കാതിരുന്നതിനർത്ഥം അവളെല്ലാം മറന്നുവെന്നാണെന്നും വീണ്ടും അതിൽ നിന്നൊന്ന് നോർമലാവാൻ 2 ദിവസം എടുക്കുമെന്നെല്ലാം പറഞ്ഞ് പരിഭവപ്പെട്ടിട്ട് ഇതിനെല്ലാം കാരണമായ ആ ആക്സിഡൻറ്റിനെ കുറിച്ചും പറയുന്നു. നല്ല പതിഞ്ഞ പ്രകൃതമാണ് റോയ്സിന്. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം ആ വിഷമത്തിൽ നിന്നൊന്ന് മുക്തമായി വരുമ്പോഴായിരുന്നു ആ അപകടമെന്നും നിലവിലെ പ്രശ്നങ്ങളെന്നും ഖേദിക്കുന്ന റോയ്സിനെ ഒന്ന് ഉഷാറാക്കാൻ അടുത്ത ദിവസം ഒന്ന് കൂടിയാലൊന്ന് ക്ഷണിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസിനെ കുറിച്ച് അറിയുകയാണ്. ജൈവ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കൃഷി ചെയ്യുന്ന ഫാമിൽ ആകെ കിട്ടുന്ന ഞായറാഴ്ചയാണ് റോയ്സ് ഒന്ന് പോയി നോക്കി ശേഖരിക്കുന്നത്. അതും ഒറ്റയ്ക്കാണ്. റീതുമൊത്ത് പള്ളിയിൽ പോയി വീട്ടിലേക്ക് വരുമ്പോഴേ വേലക്കാരി എത്തും. അവരെ ഏൽപ്പിച്ച് പിന്നെ നേരെ ഫാമിലേക്ക്. അതാണ് റോയ്സിൻ്റെ ജീവിതം. ചികിത്സയോട് പേടിയുള്ള കുട്ടികളുടെ കരച്ചിൽ പെട്ടെന്ന് തന്നെ മാറ്റി സന്തോഷിപ്പിക്കുന്നതും അവർക്കായി തൻ്റെ മേശയിൽ തന്നെ ഒരു പ്രത്യേക മിഠായി ശേഖരണവും ഒക്കെ ഉള്ളതുവഴി എന്ത് ദയാലുവും അനുകമ്പയുമുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് റോയ്സ് എന്ന് മനസ്സിലാക്കാം. അന്ന് റീതുവിനെ ചികിത്സിച്ച ഡോക്ടർ അവർക്ക് അപകടത്തിന് മുന്നേ എന്തെങ്കിലും ഓർമ്മ പ്രശ്നമുണ്ടോ എന്ന് സംശയിച്ചിട്ടുണ്ട്. കാരണം റെട്രോഗ്രേഡ് അമ്നീഷ്യയോടൊപ്പം തന്നെ ആൻഡ്രോഗ്രേഡ് അമ്നീഷ്യയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നതിനെക്കുറിച്ചും അന്ന് റിക്കവറി സമയത്ത് കണ്ടുപിടിച്ചൊരു കാര്യമാണ്. ആ ഒരു അമ്നീഷ്യയുടെ പ്രത്യേകത എന്തെന്നാൽ അടുത്തായി നടന്ന സംഭവങ്ങളെപ്പറ്റി ഓർത്തെടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്നുമില്ല, എന്നാൽ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ തന്നെ ഉണ്ടാകും. ഇതൊക്കെ കൊണ്ട് തന്നെ റീതുവിന് ജീവിതകാലം മൊത്തം ഒരു കെയർ വേണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചതും. വേലക്കാരി രമയ്ക്കും റോയ്സിനെ കുറിച്ച് നല്ല മതിപ്പാണ് അയാളുടെ റീതുവിനോടുള്ള കെയറിങ് വെച്ച്. അങ്ങനെ രമയുമൊത്ത് അവരുടെ ഭർത്താവ് ബിജുവിൻ്റെ ടാക്സി വണ്ടിയിൽ റീതു അവിടെയുള്ള ഒരു ആർട്ട് ഗാലറിയിലെത്തി താൻ വരച്ച പടങ്ങൾ നൽകുന്നതും അവിടുന്ന് അതിന് പ്രതിഫലമായി 3000 രൂപയും കിട്ടുന്നു. ഇത് സ്ഥിരം നടക്കാറുള്ളതാണെങ്കിൽ പോലും ഇത്രയും ക്യാഷ് മുടക്കി തൻ്റെ ചിത്രങ്ങളെല്ലാം മേടിക്കുന്ന ആരെന്നൊരു കൗതുകം റീതുവിനുണ്ട്. അത് മറ്റാരുമല്ല, തൻ്റെ ഫാം ഹൗസിലെത്തി വേലക്കാരുടെ ജീവിതങ്ങൾ തിരക്കി അവിടെ തന്നെ ഒരു പ്രത്യേക മുറി പടങ്ങൾ മാത്രം സൂക്ഷിക്കാനായി തയ്യാറാക്കിയിട്ടുള്ള റോയ്സ് തന്നെയാണ്. റീതുവിന് അവൾ ചെയ്യുന്നതിൽ യാതൊരുവിധ മടുപ്പും തോന്നാതിരിക്കാൻ അയാളുടെ ഒരു കൈൻഡ് ജസ്റ്റർ. അവിടെ ഒരു കൊച്ചു സ്വർഗം തന്നെ റോയ്സ് ഒരുക്കിയിട്ടുണ്ട്.
വിവിധയിനം മദ്യശേഖരവും മധുര ഗാനങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രാമഫോണും പോരാത്തതിന് നല്ലൊരു പാചകക്കാരനും. അങ്ങനെ പോകുന്ന ജീവിതത്തിനിടയിൽ ഒരു ദിവസം അസാധാരണമായി അലറിക്കരയുകയാണ് റിതു തൻ്റെ വർക്ക് റൂമിലിരുന്ന്. ഇതറിഞ്ഞ് ആശുപത്രിയിൽ നിന്നും ഉടനെ എത്തുന്ന റോയ്സ് വളരെ സൗമ്യവാനായി കാര്യം തിരക്കുമ്പോൾ എപ്പോൾ താൻ ബ്രഷെടുത്താലും ഈ നശിച്ച ബോഗൻവില്ല പൂക്കളുടെ പടം മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ എന്നും ഇനി വരയ്ക്കേണ്ടെന്നും പരിതപിക്കുന്നത് കണ്ട് സമാധാനപ്പെടുത്തി നേരെ കൊണ്ടുവന്ന് ബാത്ത് ടബിലിരുത്തി കുളിപ്പിച്ച ശേഷം ഒന്ന് ശാന്തിയാക്കിയെടുക്കാൻ നോക്കുന്നു. ഡ്രസ്സ് മാറി ബാത്റൂമിൽ നിന്നും ചുമച്ചുകൊണ്ടുവരുന്ന റീത്തുവിനോട് വീണ്ടും ഉള്ളിൽ തെന്നു വീണോന്ന് ചോദിച്ച് അതേന്ന് പറയുന്നത് കേട്ട് പതിയെ ഇരുത്തി തലയൊക്കെ തോർത്തി ഗുളികയും നൽകി ശാന്തമായി ഉറക്കാൻ കിടത്തി നേരെ വർക്ക് റൂമിലേക്ക് വന്ന് അവിടെ ഇരിക്കുന്ന അവരുടെ ഫോൺ എടുത്ത് അതിലുള്ള ബോഗൻവില്ല ചിത്രങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. കാരണം ആ ചിത്രങ്ങൾ കണ്ടാണ് റീത്തുവിന് താൻ എപ്പോഴും ഒരേ ചിത്രങ്ങളാണ് വരയ്ക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. അത് റീത്തു തന്നെ സ്വയം ചെയ്യുന്നതാണെങ്കിൽ കൂടി അതില്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ അവളുടെ ലോകത്ത് വലിയ പ്രശ്നമില്ലാതെ അങ്ങനെ പോയിക്കോളും. അങ്ങനെ രാത്രി സ്നേഹപ്രകടനങ്ങളെല്ലാം കഴിഞ്ഞ് ഉറങ്ങി അർദ്ധരാത്രിയിൽ ഞെട്ടി എണീക്കുന്ന റീത്തുവിനെ കണ്ട് റോയിച്ചിനെണീറ്റ് കാര്യം തിരക്കുമ്പോൾ ഇതുപോലുള്ള ഒറ്റപ്പെട്ട വീടുകളിലാണ് കള്ളന്മാർ കയറുന്നതെന്ന് വാർത്തയിൽ കണ്ടതെ പറയുന്നത് കേട്ട് എന്തായാലും CCTV വയ്ക്കാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുറക്കിയ ശേഷം അടുത്ത ദിവസം ഞായറാഴ്ച കുട്ടികളെ സൺഡേ സ്കൂളിന് ഒരുക്കിയ ശേഷം പള്ളിയിൽ നിന്നും ഇറങ്ങുന്ന റീത്തു കാറിൽ കയറാൻ ധൃതി വയ്ക്കുന്ന റോയ്സിനെ കണ്ട് കുട്ടികളെ വിളിക്കേണ്ടിയെന്നും എന്താ റഷെന്നും തിരക്കുമ്പോൾ കുട്ടികളെ തന്നെ പിന്നെ വന്ന് വിളിച്ചോളാമെന്നും CCTV വയ്ക്കാനുള്ള ആൾക്കാർ വീട്ടിലെത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ് റോയ്സ് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ റീത്തു അതിനെപ്പറ്റി മറന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വീട്ടിലെത്തി CCTV ഇൻസ്റ്റാളേഷനും സെക്യൂരിറ്റിക്കും വേണ്ടി വന്നവരെ കണ്ട് റീത്തുവിനെന്തോ വശപ്പിശക തോന്നി നിൽക്കുമ്പോൾ റോയ്സ് അവരെ വീട്ടിനുള്ളിലേക്ക് ക്ഷണിച്ച് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറയുന്നത് കേട്ട് അവർ നീട്ടുന്നൊരു വിസിറ്റിംഗ് കാർഡ് മേടിച്ച് കിച്ചണിലേക്ക് പോയി ആ കാർഡ് കബോർഡിൽ വെച്ച ശേഷം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ നിന്ന് ടാങ്ക് കലക്കുമ്പോൾ അവിടേക്ക് വന്ന് ക്യാമറ വെക്കാൻ സ്ഥലം നോക്കുന്ന കൂട്ടർക്ക് നേരെ ഒരു പ്രകോപനവുമില്ലാതെ റീത്തു കത്തിവീശി അലറുകയാണ്. ഇത് കേട്ട് റോയ്സ് ഓടിയെത്തി ഇത് കണ്ടപാടെ പേടിക്കരുതെന്ന് സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നെങ്കിലും ഒരു കാരണവുമില്ലാതെ അന്യ ആൾക്കാരെ കണ്ട് വിരണ്ട് തന്നെ നിൽക്കുന്ന റീത്തുവിൻ്റെ കരണത്തിട്ടൊരു ഒറ്റയടി. അടിയേറ്റി വീണവരുടെ ബോധം നിലയ്ക്കുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആള് പാനിക്കായാൽ ശാന്തിയാക്കാനുള്ള ഏക മാർഗം ബലപ്രയോഗമാണെന്ന് നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ടും കൂടാതെ വീട്ടിലെത്തിയവർക്ക് മുന്നിൽ കാണിക്കുന്ന അരുതായ്മയുടെ ദേഷ്യവും റോയ്സ് അങ്ങനെ തീർത്തിട്ട് അവിടെ നിൽക്കുന്ന ടീമിനോട് കുഴപ്പമില്ലെന്നും ജോലി നടക്കട്ടെ എന്നും പറഞ്ഞ് റീത്തുവിനെ എടുത്ത് കട്ടിലേക്ക് കൊണ്ട് കിടത്തിയ ശേഷം പൊട്ടിമുറിഞ്ഞ കവിളിലെ ചോര തുടച്ചൊന്ന് തലോടുന്നു. ഒരേ സമയം തന്നെ കടിച്ചമർത്തുന്ന സങ്കടവും നിസ്സഹായതയും സ്നേഹവുമെല്ലാം റോയ്സിൽ പ്രകടമാണ്. ക്യാമറയൊക്കെ സെറ്റ് ചെയ്തവർ മേഡത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു പോയ ശേഷം മറ്റൊരു രാത്രി വീണ്ടും റീത്തു ഞെട്ടി എണീക്കുകയാണ്. ഫോണിലെ ടോർച്ച് ലൈറ്റ് ഓണാക്കി റോയ്സിനെ നോക്കുമ്പോഴോ അയാൾ ചോരയൊലിച്ച് കിടക്കുന്നു. കണ്ടപാടെ നിലവിളിക്കാനൊരുങ്ങുന്നതും പൊടുന്നനെ ആരോ ഒരാൾ കഴുത്തിന് പിടിച്ചുകൊണ്ട് ചുഴറ്റി എറിയുകയാണ് കട്ടിലേക്ക്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് കാണാതെ നമ്മൾ റോയ്സിൻ്റെ തലയിലെ സ്റ്റിച്ച് ചെയ്ത മുറിവിലേക്ക് വരികയാണ്. സഹഡോക്ടർ ഡ്രസ് ചെയ്യാൻ പറയുന്നെങ്കിലും റീത്തു കണ്ടാൽ വിഷമിക്കുമെന്നതിനാൽ വേണ്ടെന്ന് വെച്ചിട്ട് കള്ളൻ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ട് പോകാത്തത് കൊണ്ട് കേസ് കൊടുക്കുന്നില്ലെന്നും ഒരു പ്രത്യേക തീരുമാനം. അവൾ നല്ലോണം പേടിച്ചതായും പക്ഷെ എന്തായാലും ഈയിടെയായി മാറ്റങ്ങളുണ്ടെന്നും ചില കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതായും പറയുന്നു. തിരികെ ബിജുവിൻ്റെ വണ്ടിയിൽ വീട്ടിലേക്ക് എത്തുന്നത് കണ്ട് റീത്തു വണ്ടിക്ക് എന്ത് പറ്റിയെന്ന് തിരക്കുമ്പോൾ ചെറിയൊരു പണിയെന്നും സർവീസ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണെന്നും പറഞ്ഞ് കയറിപ്പോകുന്നു. റീത്തിൻ്റെ ചിന്ത ഇപ്പോൾ അതേക്കുറിച്ചുമാണ്. ഇരുന്നങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലൊരു സൂര്യകാന്തി പൂവിൻ്റെ തോന്നലൊക്കെ. ഉടനെ ബുക്കെടുത്ത് മറിച്ച് നോക്കി ഒടുവിലായി എഴുതിയിട്ടുള്ളൊരു വാചകം വായിക്കുന്നു. പടം വരച്ചതിന് ശേഷം ഫോട്ടോ എടുക്കാൻ മറക്കരുത്. ആ വാചകം ഓരോ തവണ വായിക്കുമ്പോൾ അതിനു ചുറ്റും വട്ടം വരയ്ക്കുന്ന പോലെ ഇപ്പോഴും അതിനു ചുറ്റും വട്ടം വരച്ച ശേഷം ഹോളിലേക്ക് എന്തോ ചിന്തിച്ചുകൊണ്ട് വന്നിരിക്കുമ്പോൾ രമ ഇത് കണ്ട് TV ഇട്ട് കൊടുത്തു പോകുന്ന നേരം വാർത്തയിടുന്ന റീത്തു കാണുന്നത് തേനിയിലെ പ്രമുഖ രാഷ്ട്രീയക്കാരൻ്റെ മകളും വിദ്യാർത്ഥിനിയുമായ ഛായ കാർത്തികേയനെ അടുത്തുള്ള കുട്ടിക്കാനത്തെ കോളേജിൽ നിന്നും കാണാതായിരിക്കുന്ന വാർത്ത. ഇത് കേൾക്കുന്നതും റീത്തുവിൻ്റെ മനസ്സിലേക്ക് എന്തോ കാഴ്ചകൾ വരുന്നു. അന്ത്യമില്ലാത്ത ഒരു സൂര്യകാന്തി തോട്ടത്തിൽ ഈ കുട്ടി നിൽക്കുന്നതായും അതിനെ പരിധി ചുറ്റി നടക്കുന്ന താനും. കാപ്പിയുമായി വരുന്ന രമയെ കണ്ടപാടെ ഈ കുട്ടിയെ തനിക്ക് അറിയാമെന്നും കണ്ടിട്ടുണ്ടെന്നും പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചന്തയിൽ പോയപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് കണ്ടോന്ന് ചോദിച്ച് കാണിച്ച ഫോട്ടോ ഇതിൻ്റേതാണെന്നും പറയുമ്പോൾ അങ്ങനെയായിരിക്കും അവളെ കണ്ടതായി പരിചയമെന്ന രീതിയിൽ നിൽക്കുന്നു. മറ്റൊരു ദിവസം റോയ്ച്ചൻ വാങ്ങിച്ചു കൊടുത്ത ബ്രേസ്ലെറ്റ് കാണാണ്ട് രമയുമൊത്ത് തപ്പിക്കൊഴിഞ്ഞ് നിന്ന ശേഷം കുറെ കഴിഞ്ഞ് സ്വന്തം കാറിൽ വീട്ടിലേക്ക് എത്തുന്ന റോയ്സിനോടൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് റീത്തു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി താൻ വരച്ച പുതിയ ചിത്രങ്ങൾ കാട്ടുന്നു. ബോഗൻവില്ല പൂക്കൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്തിപ്പോൾ സൂര്യകാന്തി പൂക്കളുടെയും മുയലിൻ്റെയും ബാറ്റ്മാൻ സിംബലിൻ്റെയും ചിത്രം. കുറച്ച് എക്സൈറ്റഡ് ആവുന്ന റോയ്സിനെ നോക്കി ഇത് പിള്ളേരുടെ മുറിയിൽ വെക്കണമെന്ന് പറഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞ് പിള്ളേർക്കും ഈ സർപ്രൈസ് കാണിച്ചു കൊടുക്കുന്നു. മറ്റൊരു പകൽ ഇരുവരും ഒന്നിച്ച് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞിട്ട ശേഷം റോയ്സ് സ്നേഹത്തോടെ റീത്തുവിനെ നോക്കി അങ്ങനൊരു ദിവസവും കടന്നു പോകുന്നു. അങ്ങനെ ഇരിക്കെ വീട്ടിലേക്കൊരു പോലീസ് വണ്ടി എത്തുകയാണ്. ACP ഡേവിഡ് കോഷി, കൂടെ കുട്ടിക്കാനം SHO സുരേഷും. അവർ വന്നിട്ടുള്ളത് കാണാണ്ടായ വിദ്യാർത്ഥിനി താമസിച്ചിരുന്ന ഹോസ്റ്റലിന് മുന്നിലായി. അവളെ കാണാതാകുന്നതിന് മുൻപ് സംശയാസ്പദമായ സാഹചര്യത്തിൽ റീത്തു അവിടെ കറങ്ങുന്നയാളുടെ ഫോട്ടോ ലഭിച്ചിട്ടുണ്ട്.
അത് ചോദിച്ചറിയാനെത്തി മേലും കീഴും നോക്കാതെ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ച് ആരാണിതെന്ന് അറിയുമോന്നും അവസാനമായി കണ്ടത് എവിടെയാണെന്നൊക്കെ ചോദിച്ച് ഹാർഷായി പെരുമാറുന്നത് കണ്ട് റോയ്സ് ഡേവിഡ് ഘോഷിയെ പുറത്തേക്കൊന്ന് വരാൻ വിളിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു. അവളൊരു സൈക്യാട്രിസ്റ്റിന്റെ കീഴിൽ കൊല്ലങ്ങളായി ചികിത്സയിലാണെന്നുമൊക്കെയായി. ഇതറിഞ്ഞ് ക്ഷമ ചോദിച്ചുകൊണ്ട് ഹൈ പ്രൊഫൈൽ കേസായതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ടെന്നും നാളെ ഒരുമിച്ച് സ്റ്റേഷനിലേക്കൊന്ന് വരാനും കൂടെ മെഡിക്കൽ റിപ്പോർട്ട്സ് കൂടി എടുത്തോളാൻ നിർദ്ദേശിച്ച ശേഷം വീടിന്റെ CCTV വിഷ്വൽസ് കോപ്പി ചെയ്തവർ അവിടം വിടുന്നതിനെ തുടർന്ന് അടുത്ത ദിവസം ഇരുവരും സ്റ്റേഷനിലെത്തുമ്പോൾ റീത്തുവിനോട് മാത്രമായി ഒരു ചോദ്യം ചെയ്യൽ നടത്തുന്നു. മറവി രോഗിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഡേവിഡ് വീണ്ടും സ്വയം ഒന്ന് പരിചയപ്പെടുത്തി മിസ്സിംഗ് ഗേളായ ഛായ കാർത്തികന്റെ ഫോട്ടോ കാണിച്ച് എന്തെങ്കിലും അറിയാവുന്നത് ഓർത്തെടുക്കാൻ പറയുമ്പോൾ കലങ്ങിക്കിടപ്പുള്ള മനസ്സിൽ സൂര്യകാന്തി പൂക്കളുടെ ഡിസൈനുള്ള വസ്ത്രവും ധരിച്ചു നടക്കുന്ന ആ കുട്ടിയുടെ അടുക്കൽ വന്ന് നിന്നാരോ സംസാരിക്കുന്ന പോലെ തോന്നിയിട്ട് അത് രമയാണെന്ന് തോന്നുന്നതായി റീതു സംശയിക്കുന്നതിനെ തുടർന്ന് ഇരുവരും പുറത്തിരിക്കാൻ പറയുമ്പോൾ അതറിഞ്ഞ റോയ്സ് പതിയെ ശകാരിക്കുകയാണ്. ആകെയുള്ള ഒരു കൂട്ടായി രമയെ കൂടി പ്രശ്നത്തിലാക്കിയതിനും ആരെന്നറിയാത്ത ഒരു കുട്ടിയെ കണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നതിലും ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ഒന്നും നോക്കാതെ പറയുന്നതിനെക്കുറിച്ചുമൊക്കെ. ഇത് കേട്ട് കരഞ്ഞു പോകുന്ന റീത്തുവിനെ പിടിച്ചാശ്വസിപ്പിക്കുമ്പോൾ കുറച്ചു സമയത്തിനുള്ളിൽ രമയെ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ബിജുവിനൊപ്പം. ഇരുവരുടെയും ചോദ്യം ചെയ്യലിൽ നിന്ന് ഛായ കാണാതായ ദിവസം അവർ തൃശൂർക്കൊരു കല്യാണം കൂടുകയായിരുന്നുവെന്ന് മനസ്സിലാക്കി പറഞ്ഞുവിട്ട ശേഷം മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സുമായി റോയിച്ചനോടുള്ള സംഭാഷണത്തിൽ കുറച്ചു കൊല്ലങ്ങളായി സ്ഥിരം കാണുന്നത് കൊണ്ട് തന്നെ മറന്നു പോവാതെ ആകെ അറിയാവുന്ന രണ്ടുപേരാണ് രമയും ബിജുവുമെന്നും ചില നേരം പറയാൻ ഉത്തരങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവൾ തന്നെ കാര്യങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്യുമെന്നും ഇതങ്ങനെ തന്നെ ആവാനാണ് സാധ്യതയെന്നും പറയുമ്പോൾ CCTV ചെക്ക് ചെയ്തതിൽ നിന്നും വീട്ടിൽ കള്ളൻ കയറിയതായി മനസ്സിലാക്കിയ ഡേവിഡ് അതേക്കുറിച്ച് റോയ്സിനോട് അന്വേഷിക്കുന്നു. ഒന്നും നഷ്ടമാവാത്തത് കൊണ്ടാണ് പോലീസിനെ അറിയിക്കാതിരുന്നതെന്ന് പറയുന്നത് കേട്ട് ഈ കേസിൽ ആകെയുള്ള കച്ചിത്തുരുമ്പ് ഛായയെ റീത്തു പിന്തുടരുന്നതായി കണ്ട CCTV ഫുട്ടേജ് ആണെന്നും മുകളിൽ നിന്ന് നല്ല പ്രഷറുള്ളത് കൊണ്ട് തന്നെ അവർ പറയുന്നതെല്ലാം കാര്യമായി തന്നെയാണ് എടുക്കുന്നതെന്നും മാത്രമല്ല അവരുടെ മൊഴികൾ കൺവിൻസിംഗ് ആണെന്നുമുള്ള ഡേവിഡിന്റെ തീരുമാനം അറിഞ്ഞ് നിങ്ങൾക്ക് അവളെ മനസ്സിലാകാത്തത് കൊണ്ടാണെന്ന് അഭിപ്രായപ്പെടുമ്പോൾ എന്നാൽ അവരുടെ രോഗത്തെക്കുറിച്ചറിവുള്ള ഒരു ക്രിമിനോളജിസ്റ്റിനെ വിളിച്ച് അടുത്ത ദിവസം ചോദ്യം ചെയ്യൽ നടത്താമെന്നും ഇപ്പോൾ കുട്ടികളെ പറ്റി ആലോചിച്ച് വേവലാതിപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് റീത്തിനോട് ചോദ്യം ചെയ്യൽ നിർത്തിയെന്നും പറഞ്ഞ് വിടാൻ നേരം റോയ്സ് ഒന്ന് നിന്നിട്ട് പറയുന്ന കാര്യം കേട്ട് പോലീസുകാർ അതിശയിക്കുകയാണ്. അവർക്ക് കുട്ടികളില്ല, അതവളുടെ ഹാലൂസിനേഷൻ മാത്രമാണ്. 4 ദിവസമായി ഒരു പ്രോഗ്രസ്സും ഇല്ലാത്തതിന്റെ വിഷമത്തിൽ ഡേവിഡ് അമറിന്റെ സ്റ്റൈലിൽ പൊണ്ടാട്ടിയെ കൂപ്പിട്ട ശേഷം സുരേഷുമൊത്തുള്ള കൂടലിൽ ഈ പരിസരത്തായി ടൂറിസ്റ്റുകളായി വന്ന ശേഷം മിസ്സിംഗ് ആരുടെ ലിസ്റ്റ് എടുക്കാൻ ആവശ്യപ്പെട്ട ശേഷം തന്നെ പണ്ടൊരു കേസിൽ സഹായിച്ചിട്ടുള്ള കുട്ടിക്കാലത്ത് തന്നെയുള്ള ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റായ മീര യശോധരെ ഒന്ന് വിളിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ മീരയെ കാണുകയാണ്. അച്ഛനുമൊത്തുള്ള ഒരു സന്തോഷ ജീവിതം. അങ്ങനെ അവർ റീത്തുവുമായുള്ള ക്വസ്റ്റ്യനിങ് വഴി അവരുടെ ഫോൺ റെക്കോർഡിംഗ്സിൽ ഛായയെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ സൂര്യകാന്തി ചിത്രം വരച്ചതിനെക്കുറിച്ചുള്ള റെക്കോർഡിംഗ് കേട്ടത് അവൾ കാണാതായ ശേഷം വരച്ചതല്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ലെന്നിരിക്കുന്ന റീത്തുവിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. 7 ദിവസം ആ ഹോസ്റ്റലിന് മുന്നിലായി നിൽക്കുന്ന ഫുട്ടേജ് ഉണ്ടെന്നും അവസാനമായി ഛായയെ പിന്തുടരുന്നതായി കാണുന്നുണ്ടെന്നും പറഞ്ഞ് അന്നത്തെ സംഭവം റീകളക്ട് ചെയ്യാൻ പറയുമ്പോൾ റീത്തു അത് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് പറഞ്ഞു വിടുന്നെങ്കിലും അവരത് ഓർത്തുകൊണ്ട് പോകുന്നത് വഴി മനസ്സിലാകുന്നു അത് രമയല്ല, റീത്തു തന്നെയാണ് ആ കുട്ടിയോട് സംസാരിച്ചത്. രമയോട് പരമാവധി ക്ഷമ ചോദിച്ച് വീണ്ടും വീട്ടിലേക്ക് ജോലിക്ക് എത്താനായി റോയ്സ് വിളിക്കുമ്പോൾ അവിടെ മറ്റൊരിടത്തായി ഒരു പാലത്തിനിടയിൽ പോലീസ് ഒരു ശവശരീരം കണ്ടെത്തുന്നു. തൊണ്ടി മുതലായി ഒരു ബ്രേസ്ലെറ്റും. റീത്തുവും രമയും എപ്പോഴും തിരയാറുള്ള അതേ ബ്രേസ്ലെറ്റ്. അവരിരുവരും ഇതുവരെ കാറിൽ അന്വേഷിച്ചില്ലെന്ന് പറഞ്ഞ് അതിൽ ബ്രേസ്ലെറ്റ് ഉണ്ടോ എന്ന് തിരയുമ്പോൾ പെട്ടെന്ന് കാർ സർവീസിനെ കയറ്റിയതേക്കുറിച്ച് രമയ്ക്ക് ഓർമ്മ വന്നവർ ബിജുവിനൊത്ത് സർവീസ് സെന്ററിലെത്തി അന്ന് കാർ സർവീസ് ചെയ്ത സമയം അങ്ങനെ എന്തെങ്കിലും കണ്ടോന്ന് തിരക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന വിവരം എന്തെന്നാൽ ഈ നമ്പറിലുള്ള വണ്ടി അവിടെ ഈ അടുത്തെങ്ങും സർവീസിനെത്തിയിട്ടേയില്ല. അങ്ങനെ അവർ അന്ന് വീട്ടിൽ കള്ളൻ കയറി രാത്രി അടിയന്തരമായി എത്തി ആശുപത്രിയിലെത്തി അവിടെയുള്ള തന്റെ ചെങ്ങാതി സെക്യൂരിറ്റിയോട് ബിജു അന്ന് വന്ന ദിവസം ചെയിൻ ഇവിടെ എവിടെയെങ്കിലും കിടന്ന് കിട്ടിയോ എന്ന് സംശയഭാവത്തോടെ ചോദിക്കുന്നത് കണ്ട് അയാൾ അന്ന് വണ്ടി ഓടിച്ചു വന്ന് അവരോട് തന്നെ ചോദിക്കാനായി പറയുന്നു. റീത്തു വണ്ടിയൊന്നും ഓടിക്കില്ലെന്ന് ബിജുവിനെ എതിർക്കുന്നെങ്കിലും താൻ പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞ് നേരെ CCTV ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ മൂവരും ആശ്ചര്യത്തോടെ നോക്കുകയാണ് അന്ന് രാത്രി വണ്ടി ഓടിച്ച് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി വരുന്ന റീത്തുവിനെ. ഇത് കണ്ട് വണ്ടി ഓടിക്കാൻ അറിയുമോ എന്ന് 3 പേരും ഒരേപോലെ സംശയിച്ച് തിരികെ പോകുന്നു. കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഒരു പിടിയും കിട്ടാതിരിക്കുമ്പോൾ അന്ന് രാത്രി നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളെ അറിയുകയാണ്. കാർ സർവീസിന് ചെന്നിട്ടില്ലെന്നും തനിക്ക് ഡ്രൈവിംഗ് അറിയാമോ എന്നും ചോദിച്ച് ദേഷ്യപ്പെടുന്ന റീത്തുവിനോട് വെളിപ്പെടുത്തുകയാണ് റോയ്സ്. അന്ന് രാത്രി കണ്ണു തുറന്നപ്പോൾ കണ്ടത് ബോധമില്ലാതെ കിടക്കുന്ന റീത്തുവിനെ. എന്ത് ചെയ്യണമെന്നറിയാതെ ടേബിളിലിരുന്ന് ലാമ്പെടുത്ത് അവിടെ നിന്ന് കള്ളനിട്ടൊരു ലാമ്പ് ലാമ്പി. പേടിച്ചോടി അവൻ്റെ പിറകെ വണ്ടി ഓടിച്ചു പോയി. അവനൊരു പാലത്തിൽ നിന്നെടുത്ത് ചാടി. തലകറക്കമുണ്ടായതിനെ തുടർന്ന് റീത്തു നേരെ വണ്ടിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. ഇതാണെന്ന് നടന്നതെന്നും കാറിൽ ചോരക്കറ പറ്റിയതിനാൽ സർവീസിന് ഒരു ലോക്കൽ സെൻറ്ററിലാണ് വണ്ടി എത്തിച്ചതെന്നും ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെന്നും പറയുന്നത് കേട്ട് റീത്തു പൊട്ടിക്കരയുന്നു. സ്റ്റേഷനിലേക്ക് വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച റീത്തു ഛായ കണ്ടത് രമയല്ല താനായിരിക്കുമെന്നെല്ലാം മാറ്റിപ്പറയുന്നതിൽ ക്ഷമ നശിച്ച് ഡേവിഡ് അവരെ വിട്ടിട്ട് റോയ്സിനെ വിളിച്ചിരുത്തി എന്തോ റീത്തു മറിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഛായയുമായി എന്തോ കണക്ഷൻ ഉണ്ടെന്നും പറയുന്നത് കേട്ട്
അവൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിലല്ലേ മറക്കേണ്ടതുള്ളൂ എന്നും സാധ്യത ഒന്നുകിൽ അവൾ ചായ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ ആ വാർത്ത കണ്ടത് വഴി അതിലൂടെ മനസ്സിൽ കയറിപ്പറ്റി വെറും ഒരു ചിന്തയാകാമെന്ന് പറയുമ്പോഴും ചായയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് റീത്തുവിന് അറിയാമെന്നും അത് ഞങ്ങൾ കുറപ്പുണ്ടെന്നുമുള്ള ഡേവിഡിന്റെ വാക്കുകൾ കേട്ട് റോയ്സ് ഇവർക്കിതെന്താ മനസ്സിലാവാത്തെ എന്നുള്ള രീതിയിലിരിക്കുന്നു. റീത്തു അടുത്തൊരു ബോഗൻവില്ല പടം വരച്ച് ഫോട്ടോ എടുത്ത ശേഷം രമ തുണി അലക്കാൻ ഒരുങ്ങുന്നത് കണ്ട് തന്റെ റൂമിലെ ബെഡ്ഷീറ്റ് കഴുകാനെടുക്കുന്ന നേരം കട്ടിലിനടിയിൽ നിന്ന് 2 തുണ്ടുകൾ വീഴുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു. അതിൽ എഴുതിയിട്ടുള്ളതൊന്ന് റോയ്സ് അന്ന് കടന്നു കയറിയവനെ ആക്രമിച്ചതേക്കുറിച്ചും മറ്റൊന്ന് ചായ എനിക്കറിയാമെന്നും. റീത്തു തലേദിവസം അറിയുന്ന ഓരോ കാര്യങ്ങളും കട്ടിലിനടിയിലേക്ക് എഴുതി വയ്ക്കാറുണ്ടെന്ന് മനസ്സിലാക്കാം. ഒരിടവേളയ്ക്ക് ശേഷം ഡേവിഡ് വീണ്ടും ചോദ്യം ചെയ്യലിനായി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. റീത്തുവിനോട് സ്വയം പരിചയപ്പെടുത്തിയ ശേഷം മുൻപ് പാലത്തിനടിയിൽ കിടന്ന ശവത്തിന്റെ ഫോട്ടോ കാണിച്ചിട്ട് അയാളെ കണ്ടിട്ടുണ്ടോ എന്ന് തിരക്കുമ്പോൾ ആ ഫോട്ടോയിലുള്ളത് മുൻപ് വീട്ടിൽ കയറി ഓടിപ്പോയ കള്ളനാണേലും റീത്തുവിന് അത് ഓർമ്മയില്ല. അതാരെന്ന് റീത്തു അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവിടുന്ന് കിട്ടിയ തൊണ്ടി ബ്രേസ്ലെറ്റ് കാണിക്കുമ്പോഴാകട്ടെ കയ്യിൽ ഓൾറെഡി തന്റെ ബ്രേസ്ലെറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് റീത്തുവിന്റെ ഹാലൂസിനേഷനിൽ കുട്ടികളുടെ സ്കൂൾ വണ്ടി വരുന്ന ശബ്ദം കേട്ട് കുട്ടികളെ വിളിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ മുൻപ് 2 തവണയായി ഗർഭം അലസിയതിനു ശേഷമാണ് ഈ ഹാലൂസിനേഷൻ തുടങ്ങിയതെന്ന് പറഞ്ഞിട്ട് റോയ്സ് അയാളാണെന്ന് വീട്ടിൽ കയറിയതെന്ന് പറയുകയാണ്. ഒന്നും മോഷണം പോയില്ലെന്നാണ് കരുതിയത്, പക്ഷേ പിന്നീട് ബ്രേസ്ലെറ്റ് മിസ്സിംഗ് ആയെന്ന് പറഞ്ഞവൾ പാനിക്കാവുന്നത് കണ്ട് അതിൻ്റെ തന്നെ ഒരു റെപ്ലിക്ക മേടിച്ച് നൽകി. ആദ്യ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് നൽകിയ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റായിരുന്നു ഈ ബ്രേസ്ലെറ്റ്. കള്ളൻ കയറിയതിന് പിറകെ അന്ന് വണ്ടിയും എടുത്ത് പോയത് എങ്ങോട്ടാണെന്ന് തിരക്കി സംഘം തിരിച്ചു പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം ഉറക്കമെണീക്കുമ്പോൾ റീത്തുവിൻ്റെ തോളിൽ വല്ലാത്തൊരു വേദന. കുളി കഴിഞ്ഞ് നോക്കുമ്പോഴാകട്ടെ എന്തോ ക്ഷതമേറ്റ് തടുത്തിരിക്കുന്നു. നേരെ കിച്ചണിൽ പോയി കാപ്പിയിടാനൊരുങ്ങുമ്പോൾ മുൻപ് കബോർഡിൽ വെച്ച CCTV ടീമിന്റെ വിസിറ്റിംഗ് കാർഡ് കാണുന്നത് വഴി രമയെ കൊണ്ട് അവരെ വിളിച്ചു വരുത്തി അന്ന് കള്ളൻ കയറിയ സമയത്തെ വിഷ്വൽസ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. രാത്രി മുറിയിൽ വീണ്ടും ചുമച്ചുകൊണ്ട് റീത്തു ബാത്റൂമിൽ നിന്ന് വരുന്നത് കണ്ട് വീണ്ടും തെന്നി വീണോന്ന് ചോദിച്ച് റോയ്ച്ചനോടിയെത്തി ബാത്ത് ടബിൽ ഇങ്ങനെ എന്തിനാണ് വെള്ളം നിറച്ചു വയ്ക്കുന്നതെന്ന് സൗമ്യമായി ശാസിച്ച് പിടിച്ചിരുത്തി കഴിഞ്ഞ ആ രാത്രി കടന്നുപോയ ശേഷം വീണ്ടും SP ഗ്യാങ്ങും എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം കാര്യത്തിന് കുറച്ചുകൂടെ ഗൗരവമേറിയിട്ടുണ്ട്. ഛായ കാർത്തികനെ പോലെ തന്നെ കാണാതായ മറ്റു 2 പെൺകുട്ടികൾ ഋഷിക, ജെനിഫർ. 3 മാസത്തോളമായി മിസ്സിംഗ് ആയ ഇവരെ കണ്ടിട്ടുണ്ടോ എന്ന് റീത്തുവിനോട് ചോദിക്കുന്നെങ്കിലും ഫലമില്ല. പക്ഷേ ആ കുട്ടികളുടെ ഫോട്ടോ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു കുട്ടിയുടെ ടീഷർട്ടിൽ മുയലിൻ്റെ പടവും മറ്റേതിൻ്റെതിൽ ബാറ്റ്മാൻ സിമ്പലുമുണ്ട്. ഇത് തന്നെയല്ലേ നമ്മൾ മുൻപ് റീത്തു ബോഗൻവില്ലയിൽ നിന്നും വ്യത്യസ്തമായി വരച്ചതായി കണ്ട 2 ചിത്രങ്ങൾ? അപ്പോൾ റീത്തുവിനും ഈ മിസ്സിംഗ് കേസുകളൊക്കെയുമായി എന്തോ കണക്ഷനുണ്ട്. റീത്തുവിനോട് വെളിയിൽ നിൽക്കാൻ പറഞ്ഞുവിട്ട ശേഷം ഡേവിഡ് കണ്ടീഷൻ മോശമാകുമ്പോൾ ഡോക്ടറെ അടുത്തേക്ക് 2 ആഴ്ചയ്ക്കായി ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകാറുള്ള ആ സ്ഥലം തിരക്കുന്നവടെ റോയ്സ് ഒന്ന് പതറുന്നു. റീത്തുവിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം മുക്കും മൂലയും അരിച്ചു പറക്കി ഡേവിഡ് നല്ല സോളിഡായി തന്നെയാണ് കൊണ്ടുപോവുകയാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ സംഘം ആ ഫെസിലിറ്റിയിലെത്തി ഡോക്ടറോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് വഴി റീത്തു അവിടെ എത്തുമ്പോൾ തങ്ങുന്ന മുറിയും കണ്ട് കണ്ടീഷൻ സിവിയർ ആകുമ്പോൾ ഹിപ്നോട്ടൈസ് ചെയ്യുന്നതിനെ പറ്റിയും അറിയുന്നു. ആ മുറിയുടെ ജനാലയ്ക്കടുത്തായി നിൽക്കുന്ന ബോഗൻവില്ല മരത്തിൻ്റെ ഫോട്ടോയും എടുത്ത ശേഷം ആ മിസ്സിംഗ് കുട്ടികൾ അവിടെ എങ്ങാനും വന്നതായി കണ്ടിരുന്നോ എന്ന് അന്വേഷിച്ച് റീത്തുവിനെയോ മറ്റു പേഷ്യൻസിനെയോ പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഒന്ന് നോക്കിയിട്ട് വല്ലപ്പോഴും അവരെ സംസാരിക്കാൻ കൊണ്ടുപോകാറുണ്ടെന്ന് പറയുന്നു. മാർക്കറ്റിലൂടെ നടക്കുന്ന റീത്തുവിന് ആരോ ഫോളോ ചെയ്യുന്നതായി തോന്നുന്ന പോലെ കേസിൻ്റെ വള്ളിക്കിട്ട് വന്നതോടെ റീത്തുവിൻ്റെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി തുടങ്ങിയിരിക്കുന്നതിൻ്റെ ഓരോ ലക്ഷണങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഹിപ്നോട്ടൈസ് ചെയ്യാറുണ്ടെന്നറിഞ്ഞ് മീര ഹോസ്പിറ്റലിലെത്തി റോയ്സിനോട് തനിക്ക് റീത്തുവിൽ EMDR തെറാപ്പി ഒന്ന് ശ്രമിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുമ്പോൾ അവൾ വളരെ വീക്കാണെന്ന് റോയ്സ് പതിഞ്ഞ രീതിയിൽ തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നെങ്കിലും കേസിനൊരു ക്ലൂവും ലഭിക്കാത്ത നിവർത്തികേട് കൊണ്ടാണെന്നും പെൺകുട്ടികളെ രക്ഷപ്പെടാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്നും റീത്തുവിന് അറിയാവുന്ന എന്തോ ഒന്നുണ്ടെന്നും അഭ്യർത്ഥിക്കുമ്പോൾ റോയ്സ് അതിനെ സമ്മതിക്കുന്നു. മക്കളില്ലെന്ന കാര്യം അവൾ ഒരിക്കലും അറിയരുതെന്ന കണ്ടീഷനിൽ കണ്ണുകളൊരു നിശ്ചിത രീതിയിൽ ചലിപ്പിച്ചുകൊണ്ട് ഉള്ളിലെ പ്രയാസകരമായ ഓർമ്മകൾ ഓർത്തെടുക്കാൻ സഹായിക്കുന്ന ഒരു മെത്തേഡ് EMDR തെറാപ്പി. റീത്തുവിനെ സെഷനിലെടുത്തി ലൈറ്റ് ചലിക്കുന്നിടത്തേക്ക് നോക്കി മനസ്സ് ശാന്തമാക്കി ഓരോന്ന് ഓർത്തെടുക്കാൻ പറയുമ്പോൾ പതിയെ കുട്ടികളുമായുള്ള ചില ഹാലൂസിനേഷൻ മൊമെൻറ്റ്സ് ഉള്ളിൽ വരുന്നു. ഛായ കാർത്തികനെയും ഋഷികയും ജെനിഫറേയും കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് താൻ കാട്ടിലൂടെ ഓടി ഒരു കുളത്തിലേക്ക് വീഴുന്ന പോലുള്ളൊരു മെമ്മറി. ഇതേപ്പറ്റി റോയ്സിനോട് ചോദിക്കുമ്പോൾ അങ്ങനൊരു കുളത്തെപ്പറ്റി തനിക്ക് അറിവില്ലെന്ന് പറയുന്നതിനെ തുടർന്ന് കുട്ടികളെ അവസാനമായി കണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് റീത്തുവിനെ എത്തിച്ച് എന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കി അന്വേഷണം ചെന്നെത്തുന്നത് ആർട്ട് ഗാലറിയിൽ. റീത്തുവിൻ്റെ പെയിൻറ്റിംഗ് മേടിക്കുന്ന ആരും തിരക്കുമ്പോൾ അത് ഡോക്ടർ റോയ്സ് തന്നെയാണെന്ന് അറിഞ്ഞ് റീത്തുവിനോട് ആൾ എവിടെ ഉണ്ടെന്ന് തിരക്കി നേരെ ഫാം ഹൗസിലേക്ക് എത്തുന്നു. അവിടെയുള്ള റീത്തുവിൻ്റെ പെയിൻറ്റിങ്സ് എല്ലാം കണ്ട് ഒരു ഇൻഫോർമൽ സംസാരത്തിലൂടെ ഇത് റോയ്സിൻ്റെ മുത്തച്ഛനായ മാടത്താണി പുത്തൻപറമ്പിൽ ദേവസ്യ എഴുതി കൊടുത്ത പ്രോപ്പർട്ടി ആണെന്നെല്ലാം അറിഞ്ഞു നിൽക്കുമ്പോൾ അവിടെ ജനാലയിലൂടെ കാണുന്ന ബോഗൻവില്ല കണ്ട് അതല്ലേ റീത്തു വരയ്ക്കുന്നതെന്ന് മീര ചോദിക്കുമ്പോൾ ആവാമെന്നും കല്യാണം കഴിഞ്ഞ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടായിരുന്നുവെന്നും പറയുന്നത് കേട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറത്തൊരു ഒച്ച കേട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ പന്നിയും കോഴിയും ആടുമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ട് അവരവിടം വിടുന്നു. പിറകെ ചെന്ന് പോകുന്നത് നോക്കി നിൽക്കുന്ന റോയ്സും
അങ്ങനെ അടുത്ത പ്രഭാതം ഉറക്കമെണീറ്റ് റീത്തു ഓർത്തെടുക്കാൻ കട്ടിലിനടിയിൽ എഴുതി വെച്ചിട്ടുള്ള പേപ്പർ എടുത്ത് വായിക്കുകയാണ് റോയ്സ്. അതിൽ നിന്നും ബാറ്റ്മാൻ, മുയൽ, സൂര്യകാന്തി ചിത്രങ്ങൾ മീരയ്ക്ക് കൈമാറിയതായും മീര അവിടെ വന്നു പോയതായും അടുത്ത ദിവസം ഫാമിലേക്ക് തന്നെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകാമെന്നും തങ്ങൾക്ക് കുട്ടികളില്ലെന്ന് പറഞ്ഞതായും അറിയുന്നതോടെ അവസാനത്തേത് ചുരുട്ടി പോക്കറ്റിൽ വെച്ചിട്ട് ബാക്കി തിരികെ കട്ടിലിനടിയിലേക്ക് തന്നെ വെച്ചിട്ട് പോകുന്നു. റീത്തു എഴുന്നേറ്റിരുന്ന് ഇത് രണ്ടും വായിക്കുമ്പോൾ ഫാമിന്റെ കാര്യം ആലോചിക്കുമ്പോൾ പന്നിയുടെയും ആടിന്റെയും ഒക്കെ ശബ്ദം മനസ്സിൽ വന്ന് ഓർക്കാനും വന്ന് നേരെ ബാത്റൂമിൽ പോയി മുഖം കഴുകുമ്പോൾ വീണ്ടും കുളത്തിൽ മുങ്ങിത്താഴുന്ന വിഷൻ. അങ്ങനെ തിരിച്ചു വന്നിരുന്ന് മീരയെ വിളിക്കുന്നെങ്കിലും ഫോൺ ഔട്ട് ഓഫ് നെറ്റ്വർക്ക്. പിള്ളേരുടെ മുറിയിൽ പതിവില്ലാതെ റോയിച്ചൻ വന്നു നിൽക്കുന്നത് കണ്ട് കാര്യം തിരക്കുമ്പോൾ പിള്ളേര് വലുതാകുമ്പോൾ 2 മുറിയിലാക്കണമെന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്ന പെയിന്റിങ്സ് എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അത് മീരയ്ക്ക് കൊടുത്തെന്ന് പറയുന്ന കേട്ട് എന്തിനാ അവർക്ക് ആ പെയിന്റിംഗ് ഒക്കെ എന്ന് പറഞ്ഞ് നേരെ കൊണ്ടുപോയി കുളിപ്പിച്ച് തലതോർത്തി കൊടുക്കുമ്പോൾ ഡേവിഡ് സുരേഷുമായി എത്തുന്നു. സുരേഷിനോട് CCTV ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് വീണ്ടും സ്വയം പരിചയപ്പെടുത്തുമ്പോൾ പക്ഷേ ഇത്തവണ അറിയാമെന്ന് റീത്തു. മീര ഇവിടെ എത്തിയിരുന്നതിനെ പറ്റി ചോദിച്ചറിയുന്നത് കണ്ട് റോയ്സ് കാര്യം തിരക്കുമ്പോൾ അവർ കഴിഞ്ഞ ദിവസം വൈകുന്നേരം വീടിന് പുറത്തൊരു വണ്ടി ഹോൺ അടിച്ചതിന് പുറകെ പുറത്തേക്ക് പോയ ശേഷം പിന്നെ കണ്ടിട്ടേയില്ലെന്നും അവരുടെ അച്ഛൻ പറഞ്ഞെന്നും അവർ ഇപ്പോൾ മിസ്സിംഗ് ആണ് എന്നിരിക്കുമ്പോൾ സുരേഷ് ധൃതിയിൽ വിളിച്ച് CCTV വിഷ്വൽസ് കാണിക്കുന്നു. മീര കഴിഞ്ഞ ദിവസം വന്ന് റീത്തുമായി സംസാരിച്ച് പെയിന്റിങ്ങുമായി പോകുന്നതും പോയി കഴിഞ്ഞ് റോയ്സ് വരുന്നതും ശേഷം ഇരുവരും രാത്രി എവിടെയോ പോയി തിരിച്ചു വരുന്നത് കണ്ട് അതെവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഡിന്നറിന് പോയതായിരുന്നു എന്ന് റോയ്ച്ചൻ പറയുന്നത് കേട്ട് ഇരുവരും തിരികെ പോകുന്നതും റോയ്സ് ധൃതിയിലൊരുങ്ങി രമ വരുന്നതും കാത്തു നിന്നിട്ട് ഉടനെ ഫാം ഹൗസിലേക്ക് വെച്ച് പിടിക്കുന്നു. അവിടെത്തി നേരെ ഫ്രിഡ്ജിൽ നിന്നും മീറ്റ് എടുത്ത് ചുട്ട് അവിടെയുള്ള പട്ടികൾക്ക് നൽകിയ ശേഷം ചിമ്മിനിയിൽ തീ കൂട്ടിയിരുന്ന ഒരു ഡെവിളിഷ് മുഖത്തോടെ വിസ്കി അടിച്ചുകൊണ്ട് തന്റെ വല്യപ്പച്ചന്റെ ഫോട്ടോ നോക്കി കുട്ടിക്കാലം അയവിറക്കുന്നു. ഒരു ഫ്ലാഷ് ബാക്ക്. റോയ്സിന്റെ അച്ഛൻ വല്യപ്പച്ചനൊരു കണ്ണിൽ കരടായിരുന്നു. അയാളെ പുറത്താക്കി റോയ്സിനെയും അമ്മയും വീട്ടിൽ നിർത്തി വളർത്തി. ഇപ്പോൾ ഫാം ഹൗസായ അന്നത്തെ വീട്ടിൽ വല്യപ്പച്ചനോടും അയാളുടെ സാധനങ്ങളോടും തലയെടുപ്പിലുമൊക്കെ വലിയ താല്പര്യം തോന്നി തുടങ്ങിയ റോയ്സിനെ അയാളും പൊന്നുപോലെ നോക്കി. എന്നാൽ അയാളിലൊരു വിചിത്ര സ്വഭാവമുണ്ടായിരുന്നു. റോയ്സ് അത് ഒളിഞ്ഞു നിന്ന് വീക്ഷിക്കാൻ തുടങ്ങി. രാത്രികാലങ്ങളിൽ കാവിൽ തൊഴാൻ വരാറുള്ള പല പാവപ്പെട്ട സ്ത്രീകളിൽ പലതിനെയും തന്റെ കാമാസക്തിക്കിരയാക്കി കൊന്ന ശേഷം ആ ശവങ്ങളെ വെട്ടിനുറുക്കി പച്ചയ്ക്ക് അവിടുള്ള പന്നിക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുക എന്നത്. അങ്ങനെ അവിടുള്ള കാര്യസ്ഥന്റെ പെണ്ണിനെയും ബോയിക്കുന്നതായി അവൻ കണ്ടു. അങ്ങനെ അവിടുന്ന് തുടങ്ങി റോയ്സ് തന്റെ അപ്പച്ചന്റെ വഴിയെ ഒരു പകർപ്പായി അതേ ദുഷ്ടതയുടെ വിഷങ്ങൾ ഉള്ളിലിച്ചെന്നുള്ള ജീവിതം. ഇപ്പോൾ തെരഞ്ഞു നടക്കുന്ന മീര വേറെ എവിടെയുമല്ല, അത് റോയ്സിന്റെ ഫാം ഹൗസിന്റെ ബേസ്മെന്റിലാണ്, തടവിലാക്കപ്പെട്ട നിലയിൽ. ഓരോ നോർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളത്തിൽ മുങ്ങുന്ന തോന്നൽ വരുന്നതിൽ ദേഷിച്ചലറിക്കറിയുന്ന റീത്തുവിനടുക്കലേക്ക് ഓടിയെത്തി വരുന്ന രമ അവരെ സമാധാനിപ്പിക്കാനായി CCTV മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യാനുള്ള ബുദ്ധി വരുന്നതിനെ തുടർന്ന് അത് സെറ്റ് ചെയ്തവരെ വിളിച്ച് കൈകാര്യം ചെയ്ത് മീര വന്നത് മുതൽ പോയ ശേഷം റോയ്സ് ഫാമിൽ നിന്ന് വരുന്നതും തുടർന്ന് രാത്രി ഇരുവരും പുറത്തു പോയി വന്നതും നിലവിലെ ദിവസത്തെ ഡേവിഡിന്റെ വരവും ഒടുക്കം ഫാമിലേക്ക് റോയ്സ് വെച്ച് പിടിക്കുന്നതും കണ്ട് റോയ്സ് ഇപ്പോൾ എവിടെ കാണുമെന്ന ചോദ്യത്തിന് രമയുടെ വാക്കുകേട്ട് ബിജുവിന്റെ വണ്ടിയിൽ ഫാം ഹൗസിലേക്ക് പോകുമ്പടി ഒരു വീട് കണ്ട് റീത്തു നിർത്താൻ പറഞ്ഞിട്ട് ഇത് മീരയുടെ വീടാണെന്ന് ഓർമ്മ വന്ന് അവിടേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. പക്ഷേ റീത്തു മീരയുടെ വീട്ടിൽ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായ ഒന്നും പോയതായി നമ്മൾ കണ്ടിട്ടില്ല. ഗേറ്റിനടുക്കൽ നിൽക്കുന്ന റീത്തുവിനോട് താനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് രമ പോകുമ്പോൾ അവിടെ നിൽക്കുന്നതും അകലെ നിന്നായി പട്ടിയുടെ കുരയും ഒക്കെ കേട്ട് റീത്തുവിന്റെ മൈൻഡ് കൺഫ്യൂസ്ഡായി നിൽക്കുമ്പോൾ തിരികെ ഇറങ്ങി വരുന്ന രമയെ നോക്കുമ്പോൾ അത് മീരയെ പോലെ. മീര അടുത്തേക്കൊന്ന് സംസാരിക്കുന്നത് പോലെ തോന്നിയിട്ട് പെട്ടെന്ന് തിരികെ നോക്കുന്നതും ബിജുവിന്റെ സ്ഥാനത്ത് റോയ്സിന്റെ രൂപം. റീത്തുവിന് ആ സാഹചര്യം ഓർമ്മ വരികയാണ്. അവിടെ റോയ്സുമായി മുൻപെത്തിയിരുന്നു. റോയ്സിന്റെ വാക്കുകേട്ടാണ് അന്ന് മീര ഗേറ്റിനടുക്കലേക്ക് വിളിച്ചു വരുത്തിയിരുന്ന ഓർമ്മ വന്നു തുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം മീര പെയിന്റിങ്ങുമായി പോകുന്നതിന് പിറകെ എത്തിയ റോയ്സ് രാത്രി ഡിന്നറിനെന്ന് പറഞ്ഞ് റീത്തുമായി പോയത് മീരയുടെ അടുത്തേക്കായിരുന്നു എന്ന യാഥാർത്ഥ്യം റീത്തുവിൽ തെളിഞ്ഞു വരികയാണ്. സെഡേഷൻ ഡോസ് കൊടുത്ത് മീരയെ മയക്കുന്ന റോയ്സ് വണ്ടി കയറി വരുന്ന ഒരു ശബ്ദം കേട്ടുടൻ പിൻവാതിൽ വഴി നടന്ന് പട്ടിക്കൂട് തുറന്നിട്ട് തിരിച്ച് മുൻവശത്ത് വന്ന് മീരയെ കാണുന്നില്ലെന്ന് ടെൻഷൻ അടിക്കുന്ന റീത്തുവിനെയും രമയും അകത്തിരിക്കാൻ പറഞ്ഞിട്ട് പുറത്തിറങ്ങി ഡോർ ലോക്ക് ചെയ്ത് നേരെ ബിജുവിനടുക്കിലേക്ക് വന്ന അയാളെ അടിച്ചടിച്ച് അവശനാക്കുമ്പോൾ അകത്തു നിന്ന് ഇത് കണ്ട് ഇരുവരും കരഞ്ഞുകൊണ്ടും അന്തം വിട്ടും നോക്കി നിൽക്കുമ്പോൾ നിർവികാരത്തോടെ ബിജുവിന്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ പൊട്ടി ചില്ലുകഷ്ണം എടുത്ത് കഴുത്തറുത്ത് കൊല്ലുന്നു. റീത്തു ഇന്നേരം കഥകിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ച് കഥക് തുറന്ന് വന്ന പാടെ റോയ്സ് നിൽക്കുന്നത് കണ്ട് രമയോട് ഓടി രക്ഷപ്പെടാൻ പറയുന്നെങ്കിലും ഒരു ദയയും കൂടാതെ അവരെ നിലംപരിശാകുന്നു. ഇത് കണ്ട് ഛർദ്ദിക്കുന്ന റീത്തുവിനടുക്കൽ വന്ന് ഒരു പട്ടിയെ തലോടുന്ന പോലെ തലോടി ഞാൻ ആരെന്നറിയുമോ എന്ന് സൗമ്യതയോടെ ചോദിക്കുന്ന കേട്ട് നടന്നതെന്തെന്ന് ഉൾക്കൊള്ളാൻ കഴിയാതെ ഇരിക്കുന്ന റീത്തുവിനെ മുറിയിൽ കൊണ്ടുകിടത്തി കുരിശ് വരച്ച് ഉറങ്ങാൻ പറഞ്ഞിട്ട് രമയെ എടുത്ത് നേരെ ബേസ്മെന്റിലേക്ക് കൊണ്ടുവരുന്നു. പട്ടികൾ വന്ന് ബിജുവിനെ കടിച്ചു കീറുമ്പോൾ ശരിക്കും ആ പട്ടികളെ റോയ്സ് മനുഷ്യമാംസം കൊടുത്താണ് ട്രെയിൻ ചെയ്തു വന്നതെന്ന് മനസ്സിലാവുകയാണ്. റോയ്സ് അവിടെയുള്ള ബോഗൻവില്ല പെയിന്റിംഗ് എല്ലാം കത്തിച്ചിട്ട് ആളിപ്പടരുന്ന തീയുടെ മുന്നിൽ നിന്ന് തുള്ളുന്നു, ആത്മസന്തോഷത്താൽ ഒരു പിശാചിനെ പോലെ. ഈ ഭീകരമായ കാഴ്ച കാണുന്ന റീത്തുവിന് ആക്സിഡന്റ് നടന്നതിനെപ്പറ്റി മൈൻഡിൽ വരികയാണ്. കൂടാതെ ഡോക്ടറുടെ വാക്കുകൾ,
തലച്ചോറിൻ്റെ പ്രവർത്തനം കൂട്ടാനായി ഗെയിംസും പെയിൻറ്റിങ്ങും ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ഒരു തരത്തിലും വെള്ളത്തിൽ മുങ്ങുന്ന അപകടമുണ്ടാകാതെ നോക്കണം. എന്തെന്നാൽ അതിൻ്റെ ഷോക്കും ട്രോമയും മെമ്മറിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതറിയാവുന്ന റോയ്സ് കുട്ടിക്കാലത്ത് നിന്നും പഠിച്ച സ്ത്രീകളോടുള്ള ക്രൂരതയ്ക്കും പൈശാചികവുമായ പ്രവൃത്തികൾ ചെയ്ത് പീഡിപ്പിക്കാനുമുള്ള ആസക്തിയും മനോവൈകല്യത്തിനും റീത്തുവിനെ ഒരു ആയുധമാക്കി, ഒരു മറയാക്കി. അവരെ വെച്ചവൻ ചായയെ തൻ്റെ അടുക്കലേക്ക് എത്തിച്ചു, ഹോസ്റ്റലിനടുക്കലെത്തി സംസാരിപ്പിച്ചുകൊണ്ട്. അതേപോലെ മാസങ്ങൾക്ക് മുൻപ് റോയ്സിൻ്റെ റീത്തുവുമായുള്ള രാത്രിയാത്രയിൽ ഋതിക യാദൃശികമായി മുന്നിൽ വന്നു പെട്ടപ്പോൾ റോയ്സിൻ്റെ ഉള്ളിലുള്ള വല്യപ്പച്ചനിൽ നിന്നും കിട്ടിയ സ്ത്രീകളോടുള്ള പൈശാചികവും ക്രൂരവുമായ ആസക്തി, സാഡിസം, ഷൈഡൻ ഫ്രോയിഡ് അതുണർന്നത് വഴി ആ കുട്ടിയെ അവൻ തൻ്റെ ഇരയാക്കി. തുടർന്ന് അതേ സാഹചര്യത്തിൽ മറ്റൊരിക്കൽ ജെനിഫർ നിൽക്കുന്നത് കണ്ടപ്പോൾ വീണ്ടും ആ ദാഹം ഉടലെടുത്ത് റീത്തുവിനെ ഒരു ചൂണ്ടയാക്കി കെണിയിൽപ്പെടുത്തി. അങ്ങനെ ഒടുവിൽ ചായയും. ഇതിലെല്ലാം സാക്ഷിയായ റീത്തുവിനെ എന്നാൽ യാദൃശ്ചികമായി പോലും ഓർമ്മ വരുത്താതിരിക്കാൻ അതിനു മുകളിൽ ഒരു ട്രോമ വരുത്താനായി അവരെ ബാത്ത് ടബിൽ നിറച്ച വെള്ളത്തിൽ മുക്കിക്കൊണ്ടിരുന്നു. അതുമൂലം പലപ്പോഴും ബാത്റൂമിൽ നിന്ന് ചുമിച്ചിറങ്ങേണ്ടോ എന്ന് റീത്തു. എന്നാൽ റോയ്സിൻ്റെ മറിഞ്ഞു വീണോ എന്ന സൗമ്യമായ രീതിയിലുള്ള ട്രിഗർ വേർഡ് കേൾക്കുന്നതും മൈൻഡ് മാറിക്കൊണ്ടിരുന്നു. ഒടുവിലായി തൻ്റെ മുന്നിൽ വെച്ചൊരാളെ കൊന്നതുപോലും മറന്നതുപോലെ. സ്ത്രീകളോടുള്ള സാഡിസം മൂലം റീത്തുവിനെ ബെൽറ്റിനടിച്ച് അതിൽ സുഖം കണ്ടെത്തി. അതിൻ്റെ പാടുകൾ കണ്ടെന്തെന്നറിയാതെ റീത്തു കൺഫ്യൂസ്ഡായി. കെണിയിൽ പെടുത്തിയവരിൽ റോയ്സ് ആത്മസുഖം കണ്ടെത്തി അവരുടെ ജീവനെടുക്കുന്ന ചെയിൻസോ മസക്കറായി ശരീരം മുറിച്ച് കഷണങ്ങളാക്കി പന്നികൾക്കിട്ടുകൊടുത്തു, ഒരു തരി മാംസം പോലും തെളിവിനായി ശേഷിപ്പിക്കാതെ. എന്നാൽ ഈ പ്രവൃത്തി കേവലം 2 പേരിലായിരുന്നില്ല എന്നതവിടെ സൂക്ഷിച്ചിരുന്ന ലേഡീസ് ബോയിലും ബാംഗിൾസിലും നിന്നുമെല്ലാം വ്യക്തം. ഒടുവിലായി മീരയിൽ വരെ എത്തിയ നായിട്ട് മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞ റീത്തുവിനെ വീണ്ടും ബാത്ത് ടബിലേക്ക് മുക്കാനായി ഒരുങ്ങുന്നെങ്കിലും അവരാ സൈക്കോയെ തിരിച്ചു മുക്കിയത് വഴി അവൻ ആദ്യ അടി കിട്ടുകയാണ്. അടുത്തുള്ള കാട്ടിലേക്ക് കുതറി ഓടുന്ന റീത്തുവിനെ തിരഞ്ഞെത്തുന്ന റോയ്സിന്റെ കയ്യിലെ തോക്കിന്റെ വെടിവെച്ച കേട്ട് പതറി ഓടുന്നതിനെ തുടർന്നൊരു കുളത്തിൽ വീഴുന്നു. മുൻപ് മീരയുടെ EMDR തെറാപ്പിയിൽ കണ്ട വിഷനുകൾ പോലെ. വെള്ളത്തിൽ കിടക്കുന്ന റീത്തുവിന് നേരെ നീന്തിയെടുക്കുന്ന നരഭോജിയായ പട്ടിയെ വെടിവെച്ച് കൊന്നിട്ട് അവരെയും പിടിച്ച് തിരികെ ബേസ്മെന്റിലേക്ക് എത്തുകയാണ്. അവിടെയുള്ള ബൊഗൈൻവില്ല പൂക്കൾ കണ്ടിറങ്ങി വരികയാണ് റീത്തു. അവരിത്രയും കാലവും വരച്ചുകൊണ്ടിരുന്ന അതേ പൂക്കൾ. മുൻപ് മീരയോട് പറഞ്ഞതുപോലെ വിവാഹം കഴിഞ്ഞ് പലതവണ ഇവിടെ എത്തിയത് അവൻ പിടികൂടിയ ഇരകളെ വേട്ടയാടാനായിരുന്നു. അവിടെ ഇരുത്തി അവരിൽ ചെയ്യുന്ന ക്രൂരതകൾ കണ്ട് റീത്തു ആ ഓർമ്മകളുടെ വേട്ടയാടലിൽ അവിടെയുള്ള പൂക്കളുടെ ചിത്രം വരച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ കാഴ്ചകൾ 2 ദിവസം കഴിയുമ്പോഴേക്കും മറക്കുകയും ചെയ്തു. പിന്നീട് ഓർമ്മ വരാതിരിക്കാൻ റോയ്സിൻ്റെ വക ഡ്രോണിങ്ങും. നീ 2 ദിവസം കഴിയുമ്പോൾ മറക്കുമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ റോയ്സ് സെഡേഷൻ എടുത്ത് റീത്തുവിന് നൽകിയിട്ട് മീരയിൽ കുത്തിവെക്കാൻ പറഞ്ഞ അസഭ്യം പറയുമ്പോൾ പേടിയിൽ നീഡിൽ അവൻ്റെ കാലിൽ കുത്തുന്നത് വഴി അത് ഊരിയെടുക്കുമ്പോൾ പൊടുന്നനെ ബോധം വീണ് കിടന്നിരുന്ന മീര കയ്യിലെ ചങ്ങല വെച്ച് റോയ്സിനെ ലോക്കാക്കുന്നതിനിടയിൽ പോലീസിനെ വിളിക്കാൻ പറയുമ്പോൾ തോക്കെടുത്ത് റോയ്സ് റീത്തുവിനെ എറിയുന്നത് വഴി ആ ആഘാതത്തിൽ അവർ വീഴുന്നു. തുടർന്നൊരു ദയയും കൂടാതെ മീരയെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോക്കുമെടുത്ത് എണീക്കുന്ന റീത്തുവിനെ കണ്ട് പെട്ടെന്ന് വളരെ സൗമ്യഭാവത്തോടെ നീ എന്താ കാട്ടുന്നതെന്ന് ചോദിച്ച് എന്നെയും നമ്മുടെ മക്കളെയും കൊല്ലാൻ വന്നതാണ് ഇവരെന്ന് പറയുന്നത് കേട്ട് റീത്തുവിന് ഓർമ്മ വരികയാണ് മീര പറഞ്ഞ ആ കാര്യം. 2 പേരിലും മാറി മാറി തോക്ക് ചൂണ്ടിയ ശേഷം റോയ്സിനോടായി പറയുകയാണ് ആ കാര്യം. തനിക്ക് മക്കളില്ല എന്ന് പറയുന്നതും റോയ്സിൻ്റെ വലതു നെഞ്ചിനിട്ട് വെടിവെക്കുകയാണ് റീതു. വെടികൊണ്ട് വീഴുന്ന ചെകുത്താൻ. ഒടുവിൽ പോലീസ് സിറ്റുവേഷനിലെത്തി കവറപ്പെല്ലാം ചെയ്തു കഴിഞ്ഞ് മീര പങ്കുവയ്ക്കുന്നു തനിക്ക് കാണാതായ കുട്ടികളെയും റീത്തുവിൻ്റെ പെയിൻറ്റിങ്ങും തമ്മിൽ തോന്നിയ സംശയവും റോയ്സിൻ്റെ സ്വഭാവത്തിലെ പ്രത്യേകതയെ പറ്റിയുമൊക്കെ. റീത്തു തന്നെയാണിത് സോൾവ് ചെയ്തതെന്ന് പറഞ്ഞ ശേഷം ഒട്ടും സംശയിക്കാത്ത ഒരാളായിരുന്നു റോയ്സ് എന്നും ഫാം ഹൗസിൽ നിന്നും അയാൾ ഇരയാക്കിയ 13 പേരുടെ സാധനങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടെന്നും അറിയിച്ചിട്ട് കൊല്ലാതെ വിട്ട ഒരേ ഒരാളായ റീത്തു അവൻ്റെ ചൂണ്ടയായിരുന്നുവെന്നും നിങ്ങളുടെ യഥാർത്ഥ പേര് റീത്തു എന്നല്ല എസ്റ്റർ ഇമാനുവലാണെന്നും ഡേവിഡ് പറയുന്നത് കേട്ട് പാവം പൊട്ടിക്കരയുന്നു. ചെകുത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം അവൻ ജീവിച്ചിരിപ്പില്ല എന്നീ ലോകത്തിനെ വിശ്വസിപ്പിച്ചു എന്നുള്ളതാണ്. ഒടുക്കം തൂക്കുകയറിൽ നശിക്കാൻ സമയമെണ്ണി കിടക്കുന്ന സാത്താൻ.